മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്ത് 18-കാരനെ കുത്തിയ ശേഷം പ്രതികൾ ചിതറിയോടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കേസിൽ കസ്റ്റഡിയിലുള്ള ഒരാളിൽ കാപ്പ കേസിലെ പ്രതിയാണ്. തിരിച്ചറിഞ്ഞ മറ്റ് 4 പേർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. ചെങ്കൽച്ചൂള രാജാജി നഗർ സ്വദേശി അലനാണ് ഇന്നലെ വൈകുന്നേരം കുത്തേറ്റ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ച 18-കാരന്റെ കൊലപാതകം നടക്കുന്നത്. തൈക്കാട് ശാസ്താക്ഷേത്രത്തിന് സമീപമാണ് 18-കാരനായിട്ടുള്ള അലൻ കുത്തേറ്റ് മരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്നത് സംഭവ സ്ഥലത്താണ്. ഇവിടെയാണ് കുത്തേറ്റ് 18-കാരനായിട്ടുള്ള അലൻ പിടഞ്ഞു വീണ് മരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ 30ഓളം വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവർ തമ്മിൽ ഫുട്ബോൾ കളിക്കിടയിൽ ഉണ്ടായ തർക്കം പരിഹരിക്കാനായി എത്തിയതായിരുന്നു അലനും സംഘവും. ആ സമയത്ത് തന്നെ രാജാജി നഗർ അതുപോലെ തന്നെ ജഗതി എന്നീ 2 സ്ഥലങ്ങളിലെ കുട്ടികൾ തമ്മിലുള്ള തർക്കമായിരുന്നു പരിഹരിക്കാനെത്തിയത്. അതേസമയം മധ്യസ്ഥത ചർച്ചയ്ക്കായിട്ട് ജഗതിയിൽ നിന്നും ഒരു സംഘം എത്തിയിരുന്നു. ഇവർ തമ്മിലുള്ള ചർച്ച ആദ്യം സംസാരത്തിലേക്കും പിന്നെ അതൊരു വാക്പോരിലേക്കും അതിനുശേഷം കയ്യാങ്കളിയിലേക്കും കടക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു തർക്കം രൂക്ഷമായപ്പോഴാണ് കത്തി പോലെ മൂർച്ചയേറിയ ഒരു മാരകായുധം ഉപയോഗിച്ച് പ്രതി ഈ പറയുന്ന അലൻ്റെ ഹൃദയഭാഗത്തേക്ക് കത്തി കുത്തി ഇറക്കുന്നത്. ഉടനെ തന്നെ അലൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കൾ ഉടനെ തന്നെ അലനെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ഫോറൻസിക് സംഘം നിലവിൽ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അതിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സമീപവാസികൾ പറയുന്നത് ഇങ്ങനെയാണ്. മുൻപും പലതവണ ഇവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ബഹളം കേട്ടപ്പോൾ അത്തരത്തിലൊരു തർക്കമാണ് എന്ന് മാത്രമാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അസഹ്യമായ തെറിവിളിയും അതുപോലെ തന്നെ വലിയ തോതിൽ ബഹളവുമായപ്പോഴാണ് എല്ലാവരും ഓടിക്കൂടി എന്താണെന്ന് നോക്കുന്നത്. അങ്ങനെ ആളുകൾ ഓടിക്കൂടുമ്പോൾ കാണുന്നത് നെഞ്ചിൽ കുത്തേറ്റ് പിടഞ്ഞു വീണ് താഴെ കിടക്കുന്ന അലനെയാണ്. ഉടൻ തന്നെ അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മാത്രമല്ല CCTV ദൃശ്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കും പലരുടെയും കയ്യിൽ ഇരുമ്പ് വടി അടക്കമുള്ള മാരകായുധങ്ങളുണ്ട്. ഇന്നലെ തന്നെ 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിലൊരാൾ കാപ്പാക്ക പ്രതിയായിട്ടുള്ള സന്ദീപാണ്. ഏകദേശം 25 വയസ്സോളം ഇയാൾക്ക് പ്രായം വരും. മറ്റൊരാൾ കൂടി നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. മാത്രമല്ല തിരിച്ചറിഞ്ഞ ഒരു 3-4 പേർ കൂടിയുണ്ട്. ഇവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ അലൻ്റെ മൃതദേഹം ഉള്ളത് ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകുക. ക്യാമറമാൻ സജികുമാറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.